നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥ. രണ്ടാഴ്ചക്കിടെ പൊലിഞ്ഞത് 7 മനുഷ്യജീവനുകൾ. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ വ്യാഴാഴ്ച. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം വെട്ടം ട്രൈവാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കാപ്പ വിലക്ക് ലംഘിച്ച് പുറത്തൂർ സ്വദേശി അറസ്റ്റിൽ. കായികമേളയിൽ സ്വർണവും വെള്ളിയും നേടിയ ആര്യയെ ജന്മനാട്ടിൽ ആദരിച്ചു. SYS അനന്താപൂർ യൂണിറ്റ് ഗ്രാമസമ്മേളനം നടത്തി. വിശദമായ വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ രണ്ടാഴ്ചക്കിടെ ട്രെയിൻ അപകടത്തിൽ പൊലിഞ്ഞത് 7 മനുഷ്യജീവനുകൾ. പാളത്തിൽ നിന്നും ട്രെയിൻ തട്ടിയാണ് അപകട മരണങ്ങളേറെയും. 15 ദിവസത്തിനിടെ 5 പേരാണ് ജില്ലയിൽ ട്രെയിൻ തട്ടി മാത്രം മരണപ്പെട്ടത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുന്നവരുടെ എണ്ണവും ചെറുതല്ല. രണ്ടാഴ്ചക്കിടെ 2 ജീവനുകൾ ഇത്തരത്തിൽ പൊലിഞ്ഞിട്ടുണ്ട്. ഇവരിൽ 3 പേർ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി ചിറമംഗലത്ത് വെച്ച് സുഹൃത്തുക്കളോടൊപ്പം റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കവേ ചിറമംഗലം സ്വദേശി മരണപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച കണ്ണൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി വടകര ഇരിങ്ങലിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വീണ് വള്ളിക്കുന്ന് സ്വദേശിനിയായ വിദ്യാർത്ഥിയും മരണത്തിന് കീഴടങ്ങിയിരുന്നു. ബുധനാഴ്ച കുറ്റിപ്പുറത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച കുറ്റിപ്പുറം സ്വദേശിയും നവംബർ 2-ന് താനൂരിൽ വെച്ച് ട്രെയിൻ തട്ടി മരണപ്പെട്ട പരിയാപുരം സ്വദേശിയും ഒക്ടോബർ 31-ന് തൃശൂരിൽ വെച്ച് ട്രെയിൻ തട്ടി വിധിക്ക് കീഴടങ്ങിയ കാളിക്കാവ് സ്വദേശിയായ വിദ്യാർത്ഥിയും ട്രെയിൻ അപകടങ്ങളുടെ ഇരകളാണ്. 29-ന് വെള്ളാമ്പുറത്ത് കാളിക്കാവ് സ്വദേശിയെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 27-ന് താന്നാളൂർ കേപ്പുരം വെട്ടുകുളം സ്വദേശിയായ വിദ്യാർത്ഥിനിയുടെ ജീവനും ഇത്തരത്തിൽ തിരൂരിൽ വെച്ച് ട്രെയിൻ തട്ടി പൊലിഞ്ഞിരുന്നു. അശ്രദ്ധയാണ് തീവണ്ടി മൂലം അപകട മരണങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം. ദൂരെ നിന്നും തീവണ്ടിയുടെ ശബ്ദം കേട്ടിട്ടും ട്രെയിൻ അടുത്തെത്തും മുമ്പ് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കാമെന്നുള്ള ധാരണയിലാണ് ട്രാക്കിലെ അപകടങ്ങളിലേറെയും. തീവണ്ടിയിൽ നിന്ന് വീണ് മരിക്കുന്നവരും അനേകമുണ്ട്. മുന്നറിയിപ്പുകൾ ലംഘിച്ചും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചും നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വെട്ടം ന്യൂസ്, തിരൂർ. മാനസികാരോഗ്യ അവലോകന ബോർഡ്, കോഴിക്കോട് ജില്ലാ നിയമസേവന അതോറിറ്റി മഞ്ചേരിയും വെട്ടം VRCയുമായി സഹകരിച്ച് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കും. മലപ്പുറം ജില്ലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർമാർ, സൈക്യാട്രിസ്റ്റ് നഴ്സുമാർ എന്നിവർക്കാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വെട്ടം VRC ഫാമിലി കൗൺസിലിംഗ് സെന്ററിൽ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക ഉദ്ഘാടനം ചെയ്യും. മാനസിക രോഗികൾക്ക് സംരക്ഷണം നൽകുന്നതിനും അവർക്കെതിരെ ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് ആക്ട് 1987 പുതിയ നിയമം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പുതിയ നിയമപ്രകാരം സംസ്ഥാന തലത്തിൽ 3 ജില്ലകൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് എന്ന നിലയിൽ കേരളത്തിൽ 5 MHRBകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ 4 എണ്ണം 2024 ഏപ്രിൽ 1 മുതൽ പ്രവർത്തനം തുടങ്ങി. എന്നാൽ ഈ ബോർഡുകളുടെ പ്രവർത്തനത്തെപ്പറ്റി മാനസിക ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും രോഗികൾക്കും ബന്ധുക്കൾക്കും രോഗികൾക്കും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനസികാരോഗ്യ അവലോകന ബോർഡ് കോഴിക്കോട് ജില്ലാ നിയമസേവന അതോറിറ്റി മഞ്ചേരിയും VRC ഹോസ്പിറ്റൽ വെട്ടം എന്നിവയുമായി സഹകരിച്ച് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നത്. മാനസിക രോഗിയാണോ എന്ന് പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി കോടതി ഇനി മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിലേക്ക് തരണം. നേരത്തെ ഇത് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു ബോർഡ്, അതായത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് പരിശോധിക്കാനാണ് പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരു ബോർഡ് രൂപീകരിക്കേണ്ടതില്ല, ഒരു മെഡിക്കൽ സമിതി രൂപീകരിക്കേണ്ടതില്ല. MHRB, കാരണം MHRBയിലുണ്ട്, എല്ലാ സ്കില്ലും ഉണ്ട്. ഇപ്പൊ ഒരു ന്യായാധിപനുണ്ട്, അറിവുള്ള നാല് മെമ്പേഴ്സ് ഉണ്ട് ഇതിനെക്കുറിച്ച്, പിന്നെ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ഒരു ഫിസിഷ്യനും ഉണ്ട്.
അപ്പൊ ശാരീരികമായും മാനസികമായും ഉള്ള രോഗ വ്യത്യസ്തങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ തീരുമാനമെടുക്കാം. അപ്പൊ അതാണ് ഇപ്പൊ ഇവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർമാർ, സൈക്യാട്രിക് നഴ്സുമാർ എന്നിവർക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെട്ടം VRC ഫാമിലി കൌൺസിലിംഗ് സെന്ററിൽ രാവിലെ 10 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഉദ്ഘാടനം ചെയ്യും. MHRB ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിനാൻ KR അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് ശേഷം ഇന്ററാക്റ്റീവ് സെഷനും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ ജിനാൻ KR, MHRB രമേഷ് ബായ്, PA മൈക്കേൽ, രമേശ്രീ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം വെട്ടം ട്രൈവാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പൊതുസമ്മേളനം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് T അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കാണുന്നതിന് വലിയ കമ്പനി വർക്കുകളൊക്കെ ഉണ്ടാവും എന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വർക്ക് നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ചെയ്യിച്ച് നമ്മുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ വൈദ്യുതീകരണത്തിൽ വലിയ അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന വലിയ തീരാനഷ്ടങ്ങൾ, വലിയ ആഘാതം നമ്മൾ സൃഷ്ടിക്കും. സമ്മേളന ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച മെമ്പർമാരുടെ മക്കളെ സംസ്ഥാന ട്രഷറർ KP രമേശൻ, വെൽഫെയർ ഫണ്ട് സംസ്ഥാന ട്രഷറർ പ്രസാദ് ജോൺ, സംസ്ഥാന സെക്രട്ടറി തോമസ് കുര്യാക്കോസ് എന്നിവർ അനുമോദിച്ചു. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി M പ്രശോഭ് നടത്തി. പുതുതായി C ക്ലാസ് ലൈസൻസ് ലഭിച്ച അംഗങ്ങളെ ആദരിച്ചു. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളുടെ ഉദ്ഘാടനം മുൻ ജില്ലാ സെക്രട്ടറി K സുനിൽദാസ് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി P രാംകുമാർ സ്വാഗതം ആശംസിച്ചു. ജനറൽ കൺവീനർ ഷാജി നന്ദി രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് P അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന ട്രഷറർ KP രമേശൻ സംഘടനാ റിപ്പോർട്ടിംഗ് നടത്തി. സംസ്ഥാന വെൽഫെയർ ഫണ്ട് ട്രഷറർ പ്രസാദ് ജോൺ വെൽഫെയർ ഫണ്ട് വിശദീകരണം നടത്തി. തുടർന്ന് റിപ്പോർട്ട് അവതരണം, കണക്കവതരണം, തെരഞ്ഞെടുപ്പ് എന്നിവ ഉണ്ടായി. ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് ബാബു, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി M രാജൻ, EP ജാഫർ, അബ്ദുൾ, രജീഷ് പൊന്നാനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. കാപ്പ നിയമപ്രകാരം മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത് ലംഘിച്ച പുറത്തൂർ സ്വദേശി ചാളത്തറയിൽ ഷെഫീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മണൽക്കടത്ത്, പോലീസിന്റെ കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG കഴിഞ്ഞ മാസം ഇയാൾക്കെതിരെ കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഉത്തരവ് കൈപ്പറ്റിയ ഷെഫീഖിനെ 3 മാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാപ്പ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്ന തിരൂർ പോലീസ് സ്റ്റേഷനിലെ കാപ്പ പ്രതികളെ നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട്. അങ്ങനെ പോലീസ് നിരീക്ഷിച്ചിരുന്ന ഇയാൾ ഇന്ന് തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ തിരൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജിനേഷ് KJ, സബ് ഇൻസ്പെക്ടർ സുജിത് RP, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ വിജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ആന്റണി, ഷിനു പീറ്റർ, ഡിൻറ്റു എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തിരൂർ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ. കൊച്ചിയിൽ വെച്ച് നടന്ന 66ാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബേസ്ബോളിൽ സ്വർണവും സോഫ്റ്റ് ബോളിൽ വെള്ളിക്കും മുത്തമിട്ട ചെറുമുക്ക് വെസ്റ്റിലെ തണ്ടാശ്ശേരി ഷാജിയുടെയും പ്രജിതയുടെയും മക്കളായ T ആര്യയെ ജന്മനാട്ടിൽ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെ കീഴിൽ ആദരിച്ചു. തെയ്യാല SSM HSSലെ +2 വിദ്യാർത്ഥിയാണ് ആര്യ. ആദരിക്കൽ ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപഹാരം നൽകി. കൂട്ടായ്മ പ്രസിഡന്റ് VP ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. 9 കളിക്കാർ വീതമുള്ള 2 ടീമുകൾ ബാറ്റും പന്തും ഉപയോഗിച്ച് കളിക്കുന്ന കായിക വിനോദമാണ് ബേസ്ബോൾ. ഏകദേശം ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള തുകൽ കൊണ്ട് പൊതിഞ്ഞ ബോളാണ് ഇതിനുപയോഗിക്കൽ. എതിർചേരിയിലെ ബാറ്റർ എന്ന് വിളിക്കുന്ന ബാറ്റ്സ്മാൻ മരം കൊണ്ട് നിർമ്മിച്ച ഉരുളൻ തടി പോലെയുള്ള ബാറ്റുകൊണ്ട് പന്ത് അടിച്ച് റണ്ണെടുക്കാൻ ശ്രമിക്കും. സമയപരിധിയില്ലാത്ത 9 ഇന്നിംഗ്സുകളുള്ള കളിയിൽ ഓരോ ചേരിയുടെയും ഇന്നിംഗ്സ് 3 ബാറ്റ്സ്മാർ പുറത്തായാലാണ് അവസാനിക്കുന്നതെന്ന് ഉപഹാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ആര്യ പറഞ്ഞു. ചടങ്ങിൽ അംഗങ്ങളായ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, കാംബ്ര അനിഫ ഹാജി, EP സൈതലവി, അഡ്വക്കേറ്റ് NP അരുൺ ഗോപി, PT അനസ്, CP റസാഖ്, U സുബൈർ, KV ലത്തീഫ്, MM സിദ്ദിഖ്, N സുബൈർ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന SYS പ്ലാറ്റൂൺ
ഇയർ കേരള യുവജന സമ്മേളന പ്രചരണാർത്ഥം SYS അനന്താവൂർ യൂണിറ്റ് ഗ്രാമസമ്മേളനം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന കൂട്ടസിയാറത്തിന് ഹസൻ ബാവ മുസ്ലിയാർ നേതൃത്വം നൽകി. സൗഹൃദ ചായ സംഗമത്തിന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KM കുഞ്ഞുട്ടി കുണ്ടിലങ്ങാടി നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചായമക്കാനികളെക്കുറിച്ചും അവ സമൂഹത്തിലെ പരസ്പര ഐക്യത്തിനും സൗഹാർദ്ദത്തിനും ചെലുത്തിയിരുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. തുടർന്ന് വയോജന സദസ്സ് വികസന ചർച്ച നടത്തി. പ്രമുഖ പുരാതന വസ്തുശേഖരണക്കാരനായ ഇസ്മായിൽ വൈലത്തൂരിന്റെയും നാസർ കൊട്ടാരത്തിന്റെയും ആലിക്കുട്ടി ചെങ്ങണക്കാട്ടിലിന്റെയും പൈതൃക ശേഖരങ്ങൾ ഉൾപ്പെടുത്തിയ എക്സിബിഷൻ സമ്മേളനത്തിലെ ശ്രദ്ധേയമായ ഇനമായിരുന്നു. വാർഡ് മെമ്പർ നാസർ ആയപ്പള്ളി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് പുത്തനത്താണി ഗ്രാമസമ്മേളന പ്രമേയ പ്രഭാഷണം നടത്തി. ഷക്കീർ മാസ്റ്റർ, സുധീർ ബാബു, ഭാസ്കരൻ, അബു മുസ്ലിയാർ, അലി ഫാളിനി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സുഫ്വാൻ സഖാഫി സ്വാഗതവും ഷുക്കൂർ സഖാഫി നന്ദിയും പറഞ്ഞു. ബെട്ട ന്യൂസ് അനന്താവൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.